മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ എന്നത് ഉറപ്പിച്ചിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, V അബ്ദുൽ ഗഫൂർ, പാറക്കൽ അബ്ദുള്ള ഇവർ മന്ത്രിസഭയിലെത്തുമെന്നുള്ളതാണ്. ലീഗിന്റെ ഉന്നതാധികാര സമിതിയിലാണ് ഇപ്പോഴത്തെ തീരുമാനം. ക്യാബിനറ്റ് പദവി കിട്ടിയാൽ MK മുനീർ ഉന്നത സ്ഥാനത്തുണ്ടായിരിക്കും. PK ബഷീറിന് ഈ തീരുമാനത്തിൽ അതൃപ്തിയുണ്ട് എന്ന് വാർത്ത. ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അല്പസമയം മുമ്പ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഉന്നതാധികാര സമിതിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. 5 മന്ത്രിമാരാണ് നിലവിൽ മുസ്ലിം ലീഗിന് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 5 മന്ത്രിമാർ ആരൊക്കെ ആവണം എന്നുള്ള കാര്യത്തിലൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതിൽ PK ബഷീറിന്റെ പേര് ഇപ്പോൾ നിലവിലില്ല. കാരണം ഇപ്പോൾ ഉള്ളത് PK കുഞ്ഞാലിക്കുട്ടിയാണുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ KM ഷാജിയുണ്ട്, അതുപോലെ പാറക്കൽ അബ്ദുള്ളയുണ്ട്, അതുപോലെ തന്നെ V അബ്ദുൽ ഗഫൂർ. ഇങ്ങനെയുള്ള 5 ആളുടെ പേരുകളാണുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് PK ബഷീറിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മലപ്പുറത്ത് നിന്ന് കൂടുതൽ പ്രാതിനിധ്യം വരും. അതുകൊണ്ട് തന്നെ മലബാറിന് പുറത്തു നിന്ന് ഒരു മന്ത്രി വേണം എന്നുള്ളത് കൊണ്ടാണ് അബ്ദുൽ ഗഫൂറിനെ പരിഗണിക്കുന്നത്. അത് പക്ഷേ ഈ PK ബഷീർ ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. കാരണം PK ബഷീറിന്റെ പേര് സജീവ പരിഗണനയിലുണ്ടായിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഉൾപ്പെടെ താല്പര്യമുള്ള ആൾ കൂടിയാണ് PK ബഷീർ. പക്ഷേ PK ബഷീറിന്റെ പേര് അവസാന ഘട്ടത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കാസർഗോഡ് നിന്നുള്ള അഷ്റഫിന്റെയും അതുപോലെ തന്നെ അബ്ദുൽ ഗഫൂറിന്റെയും പേര് അവസാന ഘട്ടത്തിലാണ് വന്നത്. PK ബഷീറിന് ആദ്യത്തെ 3 മന്ത്രിമാരുടെ പേരുകളിൽ ഒന്ന് PK ബഷീറായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും കഴിഞ്ഞാൽ PK ബഷീറിന്റെ പേരായിരുന്നു. പിന്നീട് KM ഷാജി തൽക്കാലത്തേക്ക് KM ഷാജിയെ മാറ്റണം എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ചകൾ വന്നിരുന്നു. പക്ഷേ KM ഷാജി താൻ മാറാൻ തയ്യാറാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ മാറ്റം വന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ 5 പേരുടെ പട്ടികയാണ്. പക്ഷേ ഇപ്പോഴും ഇത് പൂർണ്ണ അർത്ഥത്തിൽ അംഗീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഉന്നതാധികാര സമിതിയിൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഔദ്യോഗികമായി മുസ്ലിം ലീഗ് നേതൃത്വം അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനം നടത്തും. അതായത് നാളെ തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാവും. ഇത് സംബന്ധിച്ച് 5 മന്ത്രിമാരുടെയും വകുപ്പുകളും മറ്റു കാര്യങ്ങളും ആ സമയം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലീഗ് വൃത്തങ്ങൾ നൽകുന്ന സൂചന.